നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. പബ്ലിക് എക്സാമിന് 10, 20, 25 വർഷത്തോളം ഹയർ സെക്കൻഡറിയിൽ +2-ന് ഏറ്റവും കൂടുതൽ റിപ്പീറ്റായിട്ട് ചോദിച്ച മോസ്റ്റ് റിപ്പീറ്റഡ് 100% ആവർത്തിച്ച് ഏറ്റവും കൂടുതൽ നമ്മൾ ചോദിച്ചേക്കുന്ന 10 ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ഇത് കിട്ടുമ്പോൾ നിങ്ങൾ ഒരു 10 മിനിറ്റ് പോലും കാണത്തില്ല ഈ വീഡിയോ, പക്ഷേ അത് നോക്കിക്കൊണ്ടേ പോകാവുള്ളൂ. ഇത് ചോദിക്കുന്നില്ല, ഏറ്റവും കൂടുതലായിട്ടും ചോദിച്ചാൽ നമ്മൾ ഒരിക്കലും അത് കാണാതെ പോകരുത്. മാക്സിമം ഷെയർ ചെയ്യുക. അത് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, ഇത് കൂടുതലും 4 മാർക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 4 മാർക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് എടുത്ത് ഞാൻ ഇട്ടേക്കുന്നത്. നല്ല എല്ലാ ക്വസ്റ്റ്യൻസും അല്ല. 4 മാർക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വെച്ച ക്വസ്റ്റ്യൻ ആദ്യത്തത് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സർക്കുലർ ലൂപ്പ് ക്യാരിങ് കറണ്ട്. ഏതെന്നറിയോ? നമ്മുടെ ബയോട്ട് സാവാർട്സ് ലോയുടെ ആപ്ലിക്കേഷനാണ്. അന്നേരം ബയോട്ട് സാവാർട്സ് ലോയും അങ്ങ് പഠിച്ചേക്കണം. കറണ്ട് മാഗ്നറ്റിക് ഫീൽഡ് തമ്മിലുള്ള റിലേഷൻ കണക്ട് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ റിലേഷനാണ് ബയോട്ട് സാവാർട്സ് ലോ. ബയോട്ടും സാവാർട്ട് എന്ന് പറഞ്ഞ 2 സയൻറ്റിസ്റ്റുകൾ ചേർന്നാണ് കണ്ടുപിടിച്ച കഥ പോലെ താങ്ങിയേക്കണം. പിന്നെ എസ് ആണ് സർക്കിൾ ലൂപ്പ്, അതിൻ്റെ സ്പെഷ്യൽ കേസ് ഉണ്ട്. അറ്റ് ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ ലൂപ്പും പഠിച്ചോണം. പിന്നെ റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം, നിങ്ങൾക്കറിയാം റേ ഒപ്റ്റിക്സിനകത്തെയാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തേക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കണം എന്ന് നിർബന്ധമൊന്നും പിടിക്കാൻ പറ്റത്തില്ല. ഏറ്റവും കൂടുതൽ നമ്മൾ ചോദിച്ചുകൊണ്ട് അതിന് നമ്മൾ എപ്പോഴും ഇച്ചിരി ബൂസ്റ്റപ്പ് കൊടുക്കുക. ആംബിയർ സർക്യൂട്ട് തിയറം, ഇത് രണ്ടും ഒരു ചാപ്റ്ററിനകത്ത് തന്നെയാണ്. ബയോട്ട് സാവാർട്സ് ലോയുടെ അതേ ചാപ്റ്ററിൽ തന്നെയാണ് ആംബിയർ സർക്യൂട്ട് തിയറം. അതിനകത്തെ ലോങ് സ്ട്രേറ്റ് കണ്ടക്ടറും സോളിനോയിഡിൻ്റെ ആപ്ലിക്കേഷൻ നല്ല വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് പോകണം. കിർച്ചോഫ് ലോ, വീൻസ്റ്റൺസ് ബ്രിഡ്ജ്, P/Q = R/S. പടം വരച്ച് നല്ല വൃത്തിയായിട്ട് കിർച്ചോഫ് ലോയുടെ 2 ലോ, ജംഗ്ഷൻ റൂളും മെഷ് റൂളും പഠിക്കണം. വീൻസ്റ്റൺ ബ്രിഡ്ജ് നിർബന്ധമായിട്ട് വീൻസ്റ്റൺ ബ്രിഡ്ജ് പഠിച്ചിരിക്കണം. P/Q = R/S. റിലേഷൻ ബിറ്റ്വീൻ UV ആൻഡ് R ഒരേപോലെ പഠിച്ചുകൊണ്ടാണ്, ഒരേപോലെ ഇങ്ങനെ നേരത്തെ പിടിച്ച് പഠിക്കേണ്ടതാണ്. റിലേഷൻ ബിറ്റ്വീൻ UV ആൻഡ് R, ലെൻസ് മേക്കേഴ്സ് ഫോർമുല, മിറർ ഫോർമുല. അന്നേരം ഇത് റേ ഒപ്റ്റിക്സിനകത്ത് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. റിലേഷൻ ബിറ്റ്വീൻ UV ആൻഡ് R, ലെൻസ് മേക്കേഴ്സ് ഫോർമുല, മിറർ ഫോർമുല. പിന്നെ AC-ക്കകത്ത് LCR സർക്യൂട്ട് ഡെറിവേഷൻ ആണ്. പവർ ഫാക്ടറും ഇമ്പിഡൻസിനും ഡെറിവേഷനും ഇമ്പിഡൻസ് ട്രയാങ്കിൾ എന്തുവാന്നും പഠിച്ചിരിക്കണം. പവർ ഫാക്ടർ എന്തുവാന്നും പഠിച്ചിരിക്കണം, ഡെറിവേഷനും പഠിച്ചിരിക്കണം. പ്രൂഫ് ഓഫ് റിഫ്രാക്ഷൻ ആൻഡ് റിഫ്ലക്ഷൻ യൂസിങ് ഹൈജീൻസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് റിഫ്രാക്ഷൻ, അതായത് സ്നെൽസ് ലോ പ്രൂവ് ചെയ്യുന്നത്, റിഫ്ലക്ഷൻ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ഗോസസ് തിയറം പഠിച്ചിരിക്കുക, പ്രൂഫ് പഠിച്ചിരിക്കുക. 3 ആപ്ലിക്കേഷൻ, ഇൻഫിനിറ്റി ലോങ് സ്ട്രേറ്റ് കണ്ടക്ടർ, യൂണിഫോംലി ചാർജ് സ്ഫെറിക്കൽ ഷെല്ല്, ലോങ് സ്ട്രേറ്റ് കണ്ടക്ടർ, ലോങ് സ്ട്രേറ്റ് വയർ. ഈ 3 ആപ്ലിക്കേഷന് നിർബന്ധമായിട്ട് പഠിക്കുക. സെമി കണ്ടക്ടേഴ്സിനകത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് റെക്ടിഫയർ, അതിൻ്റെ പ്രിൻസിപ്പിൾ പഠിച്ചിരിക്കണം. ഹാഫ് വെയർ റെക്ടിഫയറും ഫുൾ വെയർ റെക്ടിഫയറും, അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം, ഗ്രാഫ് എങ്ങനെയാണ് കൃത്യമായിട്ട്, അത് സിമ്പിളാണ്. നമ്മുടെ നോട്ടിനകത്തൊക്കെ വളരെ സിമ്പിളായിട്ട് കിടപ്പുണ്ട്. പിന്നെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് പാരൽ. കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് പാരൽ, രണ്ടാണ്. സീരീസും പാരലും 1/C/1 1/C1 + 1/C2 + 1/C3 + up to etc. C/C1 + C2 + C3 etc. അത് ഡിറൈവ് ചെയ്ത് പഠിക്കുക. ഇത് വ്യത്യസ്തമായ ടോപ്പിക്കാണ്. കപ്പാസിറ്റൻസ് ഓഫ് എ പാരൽ പ്ലേറ്റ് കപ്പാസിറ്റർ, അത് ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. പടം വരച്ച് ഡിറൈവ് ചെയ്യണം. CC0 A/D, CC0 KA/D. നന്നായിട്ട് പഠിക്കുക. ഈ 10 ക്വസ്റ്റ്യൻ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഇൻ ദി ഹിസ്റ്ററി ഓഫ് ഹയർ സെക്കൻഡറി. ചുമ്മാ ഇരിക്കട്ടെ, ബൂസ്റ്റായിട്ട് ആണ്. നിങ്ങൾ നോക്കുവാണെങ്കിൽ ഏത് സിലബസ് മാറിയ സാഹചര്യത്തിലും ഈ ക്വസ്റ്റ്യൻസ് എല്ലാം റിപ്പീറ്റഡ് ആണ്. 25 കൊല്ലം മിനിമം 20 കൊല്ലം എടുത്ത് നോക്കിയാലും ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് ആണ്. ഈ 10 ക്വസ്റ്റ്യൻസ് നോക്കിക്കൊണ്ട് പോവുക നന്നായിട്ട്. അടുത്ത ഇമ്പോർട്ടൻ്റ് വീഡിയോ ആയിട്ട് മാഷ് വരും. റെഡി ആയിട്ടിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാം പഠിച്ച് എല്ലാവരും നല്ല മാർക്ക് മേടിച്ചോണം കേട്ടോ. അന്നേരം പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.